പമ്പയിൽ ഇറങ്ങുന്നു, സ്നാനം കഴിക്കുന്നു, ഉടുത്തിരിക്കുന്ന വസ്ത്രം പമ്പാ നദിയിൽ ഉപേക്ഷിക്കുന്നു. പിന്നീട് നമ്മൾ ഭഗവാൻ ഗണപതിയെ തേങ്ങയടിച്ച് ഗണപതി വിഘ്നങ്ങളെല്ലാം മാറ്റി എന്നുള്ള സങ്കല്പത്തിൽ ആ മലകളെല്ലാം ചവിട്ടി കയറുന്ന വഴിക്ക് ഓരോ സ്ഥലത്ത് കർപ്പൂരം കത്തിക്കുന്നു. പിന്നെ ഇപ്പോഴത്തെ നിലവിലത്തെ നമ്മുടെ തിരക്കിൻ്റെ ഒരു സ്ഥിതി അനുസരിച്ച് ശരം കുത്തി അല്ലാത്ത മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ കയ്യിൽ വച്ചിരിക്കുന്ന ശരത്തെ നമ്മൾ കുത്തുക. അവിടെ 18-ാം പടി തൊഴുത് കയറി ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി ഇടിച്ച് കയറി തൊഴുന്ന ഒരു കാര്യം. മാളികപ്പുറത്ത് അമ്മയെ പോയി തൊഴുത് കയ്യിലൊരു തേങ്ങയെടുത്ത് ആ ദേവിയുടെ ചുറ്റും ഉരുട്ടുന്നതൊരു സമ്പ്രദായം. പിന്നെ അതിനുശേഷം കുറേ മഞ്ഞൾപ്പൊടി അവിടുത്തെ ദേവതകളിലെല്ലാം തൂവി അവിടെയും ശ്രീകോവിലിൻ്റെ മുകളിൽ വസ്ത്രങ്ങൾ വലിച്ചെറിയുക. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ദയവായി എല്ലാവരും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്.